നമ്മുടെ പ്രിയപ്പെട്ട മുരളിയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദേവിക്ക് വല്ലാത്തൊരു ശക്തിയാണ്. കാരണം ഈ ദേവിയുടെ മുമ്പിലായിട്ട് എൻ്റെ ഒരു കവിത അവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ദേവീന്റെ ശക്തി ഇങ്ങനെ നിരന്തരം എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരുപാട് കവികൾ ഇതിന്റെ പേര് പറഞ്ഞു, ഒക്കെ എൻ്റെ പ്രിയ മിത്രം. പക്ഷെ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് വയ്യ, കാരണം അപ്പൊ ഇങ്ങനെ സമയം വേണ്ടി പോകും. ഒരുപാട് പേര് ഇന്ന് കളി ചെല്ലാനുണ്ട്. പിന്നെ വീരേശൻ മാഷ ഉണ്ണീഷാപ്പിന്റെ ഗുരുസ്ഥാനീയ കേട്ടോ, അതും കൂടി പറഞ്ഞല്ലോ ഈ സമയത്ത്. പിന്നെ ഇവിടുത്തെ മധുനമ്പൂരി, അതേമാതിരി തന്നെ മിടുക്കൻ, അതിനു മുമ്പുണ്ടായിരുന്ന ഈ ദേവിക്ക് ചൈതന്യം കൊടുത്തിരുന്ന മാധവനാഥി, അതുപോലെ തന്നെ ഇതിന്റെ ശക്തരായ സംഘാടകര് അജിത് കൊട്ടാരത്തില്, അതുപോലെ അദ്ദേഹത്തെ സഹായിക്കുന്നവര്, അവരും ഒരു വലിയ കയ്യടി. ഇടതടവില്ലാതെ ഓരോ ദിവസവും 8-9 ദിവസം കൂടെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ദേവി ഇങ്ങനെ എത്തിച്ചുകൊണ്ട് കയ്യടിച്ച് അവർക്ക് വേണ്ടി പ്ലീസ്. അപ്പം സുരേന്ദ്രൻ സാർ പറഞ്ഞ മാതിരി എനിക്ക് ഒരു പുതിയ കവിത എഴുതണം തോന്നി. ഇത് ഈ മണ്ഡപത്തെ കുറിച്ച്, ഈ കാവ്യ കേളിയെ കുറിച്ചൊക്കെ തന്നെ. അപ്പൊ ആദ്യം അതാവട്ടെ തുടക്കം. പക്ഷെ ഇത് ഞങ്ങളിലേക്ക് മാത്രം ഈ ദേവി വന്ന് ഇറങ്ങി വന്നാൽ പോരാ, നിങ്ങളിലേക്കും വരണം. അപ്പൊ നിങ്ങൾ 2 വരികൾ നിങ്ങൾ പാടണം കേട്ടോ. പാടുന്ന വ്യക്തി ഒന്ന് പറ്റെങ്കിൽ അമ്മമാരാണ്, പ്രായമുള്ള ആൾക്കാരെ ഒന്ന് എഴുന്നേറ്റ് കൂടിയാണ് കേട്ടോ. രംഗമണ്ഡപവേദിയിൽ കാവ്യ കേളി നടക്കവേ വിശ്വരക്ഷകയായൊരേ കാവിലമ്മയരികിലും ഇവിടെയുണ്ടെന്നറിയുക, ദേവിയുണ്ടെന്നറിയുക. ഉറക്കപ്പാടൂ, എനിക്ക് ഈ മൈക്കിന്റെ സഹായം നിങ്ങൾക്കതില്ല. ഉറക്കപ്പാടൂ, ഈ ലോകം മുഴുവൻ കേൾക്കണം. ഇവിടെയുണ്ടെന്നറിയുക, ദേവിയുണ്ടെന്നറിയുക, ദേവദേവി മഹത്തരം, കുറ്റിപ്പുറം പ്രഭാതളം, കുറ്റിപ്പുറം പ്രഭാതളം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ പോവുകയാണെങ്കിൽ ഇരിക്കട്ടോ, എല്ലാവരും ഇരിക്കും. മൂകാംബിക ദേവിന്റെ ഒരു ചൈതന്യം സുശീകുമാർ നമ്പി പറഞ്ഞ മാതിരി തന്നെ ഇവിടെ എത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലോകകലയുടെ നാദവും നാഥയും എന്ന പേരിൽ എൻ്റെ നാദധരണിയുടെ കാവ്യധാര എന്ന പുസ്തകത്തിൽ അച്ചടിച്ച് വന്ന കവിതയാണ്. അത് മാത്രവുമല്ല, ഈ കവിത മൂകാംബിക ദേവിക്ക് അരികിൽ നിന്ന് ഞാൻ ചൊല്ലി സമർപ്പിച്ചതും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചൈതന്യം കൂടി നമ്മൾ അടുത്തേക്ക് വരാന്ന് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ കവിത ധ്യാനനിരതനായി ശങ്കരസ്വാമികൾ മിഴിയടച്ചു മുഴുകി തപസ്യയിൽ പ്രഭവിതറിയോരീശ്വരേന്നിതാ വരമരുളി കൂടെ വരികയാ. ദേവി തന്നാദമൊന്നാകി നന്നതും പരമഭക്തൻ നിൽക്കെ തിരിഞ്ഞതും പിന്നെ നിലകൊണ്ടൊരമ്മതൻ ഭാവവും ഭാരതാംബതൻ രക്ഷകയായതും കൊല്ലൂരിലമ്പലമെന്നോമുണരവേ കുടജാദ്രിയും മന്നഴകായൊഴുകവേ വർണ്ണമോതിര മോഹിതമോളവും വിചിത്രമാം ചിത്രമൂലശിലക്കകം സലഭമാം ലത തളിരുതുമായി നിൽക്കവേ തലമുറയ്ക്കോരറിവുകൾ ചാർത്തവേ തുടർന്നുണരുകയാണൻ കാവ്യകം കനിഞ്ഞു മൗനമാമോങ്കാരസ്വരം ലോകകലയുടെ നാദവും നാഥയും നാദവിസ്മയ കാഴ്ചയാണമ്മയും നേദ്യമായി
സന്ധ്യ തന്നതെന്നമ്പരം നൊമ്പരം മാറ്റി എന്നിലെ കുങ്കുമം. ലോകകലയുടെ നാദവും നാഥയും നാദവിസ്മയ കാഴ്ചയാണമ്മയും. നേദ്യമായ സന്ധ്യതെന്നമ്പരം നൊമ്പരം മാറ്റി എന്നിലെ കുങ്കുമം. തീരാ ദുരിതങ്ങളുടെയും പീഡനത്തിന്റെയും വേദനകളേക്കാളും പോലും കവികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, കവിതയെ മാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്ര മുറ്റത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.